സാറേ, ഒരു കൊല്ലം സമയമുണ്ടായിരുന്നു, പക്ഷേ ബയോളജി വൃത്തിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സാർ, ഇനി 3-4 ദിവസം കൂടെ ഉണ്ട് ബയോളജി എക്സാമിന്. എങ്ങനെയെങ്കിലും ഒരു 20+ മാർക്ക് വാങ്ങിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കാത്തവരായിട്ട് ആരുമില്ല മക്കളെ. ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയക്കി ചോദിക്കുന്നുണ്ട്. എനിക്കൊരൊറ്റൊരു കാര്യമേ പറയാനുള്ളൂ. ഒരുപാട് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ഉണ്ട്, ഏകദേശം 10-15 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ഉണ്ട്. അതിൽ നിന്ന് റിപ്പീറ്റഡായി ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. 100-200ഓളം ക്വസ്റ്റ്യൻ ഉണ്ട് ബോട്ടണിയിൽ. ആ ക്വസ്റ്റ്യനിൽ നിന്ന് അതിനെ 10-1 ചുരുക്കി ഞാൻ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 20 ക്വസ്റ്റ്യൻ നമ്മൾ 20 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ പോവുക. ഏകദേശം 20+ മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ചില ക്വസ്റ്റ്യൻസാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വരാൻ ചാൻസ് ഉള്ള ഒരുപാട് പോയിന്റുകൾ ഞാൻ ഡിസ്കസ് ചെയ്യും. എൻ്റെ ഒപ്പം തന്നെ കേട്ടിരിക്കുക. ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് എൻ്റെ മക്കൾ ഒന്ന് കമൻറ്റ് ചെയ്യണേക്കടാ. എൻ്റെ മുഞ്ചാരകളെ, മുഞ്ചത്തുകളെ, എൻ്റെ തക്കുടുകളെ, എൻ്റെ എല്ലാമായവരെ, +2 ബയോളജിയാണ്, ഉഴപ്പിക്കളയില്ലേ. +1 ബയോളജി നല്ല ടഫായിരുന്നു മക്കളെ. ഒരുപാട് ദിവസമുണ്ടെന്ന് പറഞ്ഞിരിക്കരുത്, പഠിക്കണം, പഠിച്ചേക്കണേടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ്ഡ് എ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. അവരെങ്ങനെയാണ് ആ കമ്പനി ഇൻസുലിൻ ഉണ്ടാക്കിയത്? ആ കമ്പനി പൂട്ടിപ്പോയിട്ടോ, നല്ല ഉൽപ്പാദനം ആയതുകൊണ്ട് എങ്ങനെയാണ് പക്ഷെ അവർ ഉണ്ടാക്കിയിരുന്നത് ആദ്യം നമ്മൾ പഠിക്കണം. ആദ്യം അവരെന്താ ചെയ്യുന്നറിയാമോ? ഒരു ഇൻസുലിൻ ഉണ്ടാക്കണമെങ്കിൽ 2 ചെയിൻ വേണം. ഒന്ന് എ ചെയിൻ വേണം, ഒന്ന് ബി ചെയിൻ വേണം. അവർക്കിടയിൽ ഡൈസൾഫൈഡ് ബോണ്ടും വേണം. ഇത്ര ഉണ്ടെങ്കിൽ എന്തായി? ഇൻസുലിനായി മക്കളെ. എ ചെയിൻ, ബി ചെയിൻ, ഡൈസൾഫൈഡ് ബോണ്ട്. അവരെന്ത് ചെയ്തു? മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് എ ചെയിൻ്റെ ജീനെ, എ ചെയിനെ വേർതിരിക്കാൻ പറ്റില്ല, എ ചെയിൻ്റെ ജീനെ വേർതിരിച്ചു, ബി ചെയിൻ്റെ ജീനെ വേർതിരിച്ചു. നമ്മുടെ ഉള്ളിലാണല്ലോ ജീൻ ഇരിക്കുന്നത്, ഇൻസുലിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് എ ചെയിൻ്റെ ജീനെ വേർതിരിച്ചു, ബി ചെയിൻ്റെ ജീനെ വേർതിരിച്ചു. എന്നിട്ട് ആ ജീനുകളെ വെക്ടറുമായി കൂട്ടിച്ചേർത്തു. ജീനുകൾ വെക്ടറുമായി കൂട്ടിച്ചേർന്നാൽ പിന്നെ എന്താ വിളിക്കുക? RDNA എന്നാ വിളിക്കുക. ഈ RDNA ഹോസ്റ്റ് സെല്ലിലേക്ക് കൊണ്ടിട്ടു. ഏത് സെല്ലിനെ വെച്ചാണോ ഇൻസുലിൻ ഉണ്ടാക്കേണ്ടത് ആ സെല്ലാണ് ഹോസ്റ്റ് സെൽ. ബാക്ടീരിയ ഹോസ്റ്റ് സെല്ല, ഫംഗസ് ഹോസ്റ്റ് സെല്ല. ഏത് സെല്ലിലേക്കാണോ ജീനെ കൊടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, ഇൻസുലിൻ ഉണ്ടാക്കേണ്ടത്, അതാണ് ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുത്തു. ഹോസ്റ്റ് സെല്ലിലേക്ക് എന്ത് കൊടുത്തു? നമ്മൾ RDNA കൊടുത്തു. എന്നിട്ട് ആ സെല്ല് മുഴുവനായിട്ട് എവിടെ കൊണ്ട് വളർത്തി? ബയോറിയാക്ടറിലിട്ട് വളർത്തി. ബയോറിയാക്ടറിലിട്ട് വളർത്തുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയാമോ? ബയോറിയാക്ടറിൽ നമ്മൾ സെല്ല് കൊണ്ടിട്ടു. സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ട്? എ ചെയിൻ്റെ, ബി ചെയിൻ്റെ ജീൻ ഉണ്ട്. ആ ജീനുകൾ പ്രവർത്തിക്കും. എ ചെയിൻ്റെ ജീൻ പ്രവർത്തിക്കുമ്പോൾ എന്താ കിട്ടുക? എ ചെയിനാ കിട്ടുക സാറേ. ബി ചെയിൻ്റെ ജീൻ പ്രവർത്തിച്ചാൽ നമുക്ക് എന്താ കിട്ടുക സാറേ? ബി ചെയിനാ കിട്ടുക. എ ചെയിൻ്റെ ജീൻ പ്രവർത്തിച്ചു, ബയോറിയാക്ടറിൽ കിടന്ന് എ ചെയിൻ കിട്ടി. ബി ചെയിൻ്റെ ജീൻ ബയോറിയാക്ടറിൽ കിടന്ന് പ്രവർത്തിച്ചു, ബി ചെയിൻ കിട്ടി മക്കളെ. ഇവരെ ബയോറിയാക്ടറിൽ നിന്ന് വേർതിരിച്ചു. ആ വേർതിരിക്കുന്നതിന് എന്താ വിളിക്കുക? ഡൗൺ സ്ട്രീം പ്രോസസ് എന്നാ വിളിക്കുക. അപ്പോൾ എ ചെയിനെയും വേർതിരിച്ചു, ബി ചെയിനെയും വേർതിരിച്ചു. ഇനി എന്താ ചെയ്യുക? രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. എന്ത് വെച്ച്? ഡൈസൾഫൈഡ് ബോണ്ട് വെച്ച്. ഡൈസൾഫൈഡ് ബോണ്ട് അവർക്കിടയിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 2 ചെയിനും കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ അതെന്തായി മാറി? ഇൻസുലിനായിട്ട് മാറി. എ ചെയിനെയും ബി ചെയിനെയും വേർതിരിച്ചു, വെക്ടറുമായി കൂട്ടിച്ചേർത്ത് ഓസിസെല്ലിലേക്ക് കൊടുത്തു. ഓസിസെല്ലിനെ ബയോറിയാക്ടറിൽ കൊണ്ടിട്ടു. ആ കണ്ടീഷനിൽ ജീൻ പ്രവർത്തിച്ചു. എ ചെയിൻ്റെ ജീൻ പ്രവർത്തിച്ച് എ ചെയിൻ കിട്ടി, ബി ചെയിൻ്റെ ജീൻ പ്രവർത്തിച്ച് ബി ചെയിൻ കിട്ടി. ഇത് രണ്ട് ബാറ്റിയിൽ കൊടുക്കണം കേട്ടോ. എ ചെയിൻ്റെ ജീൻ ഒരു ബാറ്റിയിൽ കൊടുക്കണം ഓസിസെല്ലായിട്ട്, ബി ചെയിൻ്റെ ജീൻ അടുത്ത ഓസിസെല്ലായിട്ട് അടുത്ത ബാറ്റിയിൽ എടുത്തിട്ട് അതിൽ വേണം കൊടുക്കാൻ. രണ്ടും ഒരു ബാറ്റിയിലല്ല കൊടുക്കുക, രണ്ട് ബാറ്റിയിൽ വേണം കൊടുക്കാൻ. എന്നിട്ട് ബയോറിയാക്ടറെ കൊണ്ട് വളർത്തി. ഡൗൺ സ്ട്രീം പ്രോസസ് വഴി നമ്മൾ എ ചെയിനും ബി ചെയിനും ഉണ്ടാക്കി. അവർ നമ്മൾ ഡൈസൾഫൈഡ് ബോണ്ട് വഴി ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തേ? ആർട്ടിഫിഷ്യലി. നമ്മൾ മനുഷ്യന്മാർ തന്നെ ആ 2 ചെയിനിടയ്ക്ക് ഡൈസൾഫൈഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതെന്തായി മാറി സാറേ? ഇൻസുലിനായിട്ട് മാറി. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. NCERT ഇത് കുറേ സ്റ്റെപ്പൊന്നും പറയുന്നില്ല, ഞാനൊന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 6 സ്റ്റെപ്പിൽ തന്നതാണ് കേട്ടോ. അടുത്ത എന്താ സാറേ ADA? ഫങ്ഷൻ ഓഫ് ADA. ഫസ്റ്റ് ജീൻ തെറാപ്പി ചെയ്തത് 4 വയസ്സുള്ള കുട്ടിയിലാണ്. ആ കുട്ടീൻ്റെ അസുഖം എന്താ? ADA ഡെഫിഷ്യൻസി. ചോദിക്കും ആ കുട്ടീൻ്റെ അസുഖം ADA ഡെഫിഷ്യൻസി. എന്താണ് ADA? ADA എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡി അമിനേസ്. ഇതെന്താ സാർ? ഇതൊരു എൻസൈമാണ്. ഈ എൻസൈമിൻ്റെ പണി എന്താ? ഈ എൻസൈം ഉള്ളതുകൊണ്ടാ നമ്മുടെ ശരീരത്തെ പ്രതിരോധ ശക്തി തരുന്ന ലിംഫോസൈറ്റുകൾ മെച്ചുർ ആകുക. ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷനെ സഹായിക്കുന്ന എൻസൈമാണ് ഇത് ADA, അഡിനോസിൻ ഡി അമിനേസ്. ഈ അഡിനോസിൻ ഡി അമിനേസ് കുറഞ്ഞു പോകുന്ന ഈ എൻസൈം വേണ്ട വിധത്തിൽ ബോഡിയിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഏത്? ADA ഡെഫിഷ്യൻസി എന്ന് വിളിക്കുക. ഈ എൻസൈം എന്തിനാ സാർ? ലിംഫോസൈറ്റുകളെ മെച്ചുർ ആക്കുന്നതാ. ലിംഫോസൈറ്റ് മെച്ചുർ ആയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഈ എൻസൈം കുറഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് ലിംഫോസൈറ്റ് മെച്ചുർ ആകില്ല. അപ്പോഴോ വേണ്ട വിധത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയില്ല. ഈ
ADA എൻസൈം അല്ലെങ്കിൽ അഡിനോസിൻ ഡിഅമിനേസ് എൻസൈം കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ADA ഡെഫിഷ്യൻസി. ഇതിൻ്റെ ലക്ഷണം എന്താ? ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അത് ബാധിച്ച ആൾക്കാർക്ക്. ഇതെങ്ങനെ പരിഗണിക്കാം സാറേ? ബോൺ മാരോ മാറ്റിവെക്കുക, മജ്ജ മാറ്റിവെക്കുക. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഭയങ്കര പൈസയാണ് കേട്ടോ. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, ഈ എൻസൈം അല്ലേ കുറവ്, നമ്മൾ എന്ത് ചെയ്യുക? സിറിഞ്ച് വഴി വേണ്ട വിധത്തിൽ എൻസൈം പേഷ്യന്റിന് കൊടുക്കുക. എൻസൈമിനെ റീപ്ലേസ് ചെയ്യുന്നു, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇത് രണ്ടും എന്ത് മെത്തേഡാ? ടെമ്പററി മെത്തേഡാ, താൽക്കാലികമാ. പെർമനന്റ് ആയിട്ട് ഈ അസുഖം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ജീൻ തെറാപ്പി ചെയ്യണമായിരുന്നു. ജീൻ തെറാപ്പി ചെയ്യണം. ഇറ്റ് ഈസ് എ പെർമനന്റ് ക്യൂർ, പെർമനന്റ് ചികിത്സയാ. അപ്പൊ ചോദിക്കും, ADA ഡെഫിഷ്യൻസിയിലെ പെർമനന്റ് ചികിത്സ ഏതാണ്? ബോൺ മാരോ ആണോ? അല്ല. എൻസൈം റീപ്ലേസ്മെന്റ് ആണോ? അല്ല. എന്താ സാർ? ജീൻ തെറാപ്പിയാണ്. എന്താ മക്കളെ? ജീൻ തെറാപ്പിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എക്സ്പാൻഡ് എലൈസ. എന്താ എലൈസ? അതിന്റെ പ്രിൻസിപ്പിൾ എന്താ? എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും കേട്ടോ മക്കളെ, 1 മാർക്കിന്. മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു രോഗം നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ലക്ഷണങ്ങൾ, ഇപ്പം മൂത്രത്തിൽ മഞ്ഞപ്പിത്തം വന്നു, മൂത്രം മഞ്ഞാകുമ്പോഴല്ലേ അറിയുക? അതിന് മുമ്പ് തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ചാൻസ് ബോഡിയിൽ ഉണ്ടോ എന്നറിയാൻ മോളിക്കുലർ ഡയഗ്നോസിസ് പോലുള്ള ടെക്നിക്ക് ഉപയോഗിക്കാം. എന്തിനാ ഉപയോഗിക്കുക? ഏർലി ഡയഗ്നോസിസ്, നേരത്തെ രോഗം കണ്ടുപിടിക്കാൻ. അതിന് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാ PCR, ഓട്ടോ റേഡിയോഗ്രഫി, എലൈസ. എലൈസ എന്താ? മോളിക്കുലർ ഡയഗ്നോസിസിലെ ഒരാളാണ്. എലൈസയുടെ ഫുൾ നെയിം എന്താ? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിക്കും. എന്താ? ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. എലൈസയുടെ പ്രിൻസിപ്പിൾ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. അടുത്ത ചോദ്യം, എന്താ സാറേ ട്രാൻസ്ജീനിക് ആനിമൽ? എന്താണ് സാർ അവരുടെ യൂസുകള്? ട്രാൻസ്ജീനിക് ആനിമൽ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. NC ആയിട്ട് ഒരു ടഫ് ഡെഫിനിഷനാണ് തരുന്നത്, നമ്മൾ അതിനെ സിമ്പിൾ ആക്കുമല്ലോ. എന്താ സാറേ ട്രാൻസ്ജീനിക് ആനിമൽ? ദ ആനിമൽ വിച്ച് പൊസസ്. ആനിമൽ പൊസസ് പറഞ്ഞാൽ കൈവശമുണ്ട്. ഒരു ആനിമൽ, ആ ആനിമലിന്റെ കൈവശവും, ആ കൈവശം എന്തുണ്ട്? ഫോറിൻ ജീൻ ഉണ്ട്. കൈവശമുണ്ട് മാത്രമല്ല ആ ജീൻ ആ ആനിമൽസിൽ എന്തും ചെയ്യുന്നുണ്ട്? എക്സ്പ്രസും ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു ആനിമലിന്റെ കയ്യിൽ ഒരു ഫോറിൻ ജീൻ ഉണ്ടെങ്കിൽ ആ ജീൻ ആ ബോഡിയിലിരുന്ന്, അവരുടെ ബോഡിയിലിരുന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ജീനിക് ആനിമൽ. ആനിമൽ വിച്ച് പൊസസ്, കൈവശം വെച്ചിരിക്കുന്നു എന്തിനെ? ഫോറിൻ ജീൻ. എന്താ ഫോറിൻ ജീൻ എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ജീൻ. അവരുടെ ബോഡിയിൽ അതുവരെ കാണില്ല, പുറത്തു നിന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. അതാണ് ഫോറിൻ ജീൻ. ഒരു ആനിമൽ, നിങ്ങൾ എത്ര ഓർത്താൽ മതി, ഒരു ആനിമലിന്റെ ഉള്ളിൽ നമ്മൾ ഫോറിൻ ജീൻ കൊടുത്തു, അതിൻ്റെ ഇല്ലാത്തൊരു പുതിയ ജീനെ കൊടുത്തു, അത് ട്രാൻസ്ജീനിക് ആനിമലാ മക്കളെ. സത്യത്തിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് എന്ന് വിളിക്കുന്നില്ലേ? ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ എന്ന് വിളിക്കുന്നില്ലേ? ആ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആനിമൽസിന്റെ വേറൊരു പേരാണ് ഏത്? ട്രാൻസ്ജീനിക് ആനിമൽ. എന്താ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആനിമൽസ്? ഒരു ആനിമൽസിലേക്ക് ഒരു ജീൻ ഇട്ട് കൊടുക്കുന്നു, അതാ ട്രാൻസ്ജീനിക് ആനിമൽ അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ. അപ്പൊ എന്താ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽ അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് ആനിമൽ? ആനിമൽ വിച്ച് പൊസസ്, കൈവശം വെച്ചിരിക്കുന്നു. കൈവശം വെക്കുക മാത്രമല്ല, ആ ജീൻ അവന്റെ ബോഡിയിൽ കിടന്ന് എക്സ്പ്രസും ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. ആരാ പ്രവർത്തിക്കുക? ഫോറിൻ ജീനെ. ഫോറിൻ ജീനെ കൈവശം വെച്ച് ഫോറിൻ ജീനെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്ന, എക്സ്പ്രസ് ചെയ്യിപ്പിക്കുന്ന ആനിമൽസ് ആണ് മക്കളെ ട്രാൻസ്ജീനിക് ആനിമൽ. അവരുടെ യൂസുകൾ പഠിച്ചു വെക്കണേ. കുറേ നാളായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണുന്നില്ല കേട്ടോ. മോഡൽ എക്സാം, ടേം എക്സാമിനെ കാണാറുള്ളൂ, മോഡൽ മെയിൻ എക്സാമിനെ കാണാറില്ല. നോർമൽ ഫിസിയോളജി ആൻഡ് ഫങ്ഷൻ. ഒരാളുടെ ബോഡിയിലെ ഒരു ജീൻ എങ്ങനെയാണ് നോർമൽ ഫങ്ഷൻസിനെ ബാധിക്കുക എന്നറിയാൻ വേണ്ടി, ടു സ്റ്റഡി നോർമൽ ഫിസിയോളജി ആൻഡ് ഫങ്ഷൻ. ഒരു ജീൻ ഒരാളുടെ ബോഡിയിലെ ഫംഗ്ഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ ട്രാൻസ്ജീനിക് ആനിമൽസിന് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ട്രാൻസ്ജീനിക് ആനിമൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളാരാ? മൈസ്, എലികളാ മക്കളെ. ഏതെങ്കിലും അസുഖം പഠിക്കണമെങ്കിലോ ട്രാൻസ്ജീനിക് ആനിമലിനെ എടുക്കുന്നു, ആ അസുഖം ഉണ്ടാക്കുന്ന ജീന് ആനിമൽസിന് ഇട്ട് കൊടുത്തു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അസുഖം വന്നു, ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ട്രാൻസ്ജീനിക് ആനിമൽസിൽ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനെ ട്രാൻസ്ജീനിക് ആനിമൽസിന് കൊടുത്തു, ആ ട്രാൻസ്ജീനിക് ആനിമൽസിൽ ക്യാൻസർ വരും. അപ്പോൾ കുറേ ലക്ഷണങ്ങൾ ആ ക്യാൻസർ ട്രാൻസ്ജീനിക് ആനിമൽസിൽ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് എഴുതി വെച്ച് പഠിക്കാം. ഈ ക്യാൻസർ നമുക്ക് വന്നാലും ഇതേ ലക്ഷണങ്ങളാണ് നമുക്കും വരാൻ പോകുന്നതെന്ന് പഠിച്ചു വെക്കാം. പുതിയതായിട്ടൊരു വാക്സിൻ കണ്ടുപിടിച്ചു, പുതിയതായിട്ടൊരു കെമിക്കൽ കണ്ടുപിടിച്ചു, അത് നേരെ മനുഷ്യന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം ട്രാൻസ്ജീനിക് ആനിമൽസിന് കൊടുക്കും, എത്രമാത്രം സേഫ് ആണെന്ന് നോക്കും, എന്നിട്ടാണ് നമുക്ക് തരിക. അടുത്ത ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇൻസുലിൻ ഉണ്ടാക്കണം, ഇൻസുലിൻ ജീൻ എടുത്ത് ട്രാൻസ്ജീനിക് ആനിമൽസിന് കൊടുക്കുക, ട്രാൻസ്ജീനിക് ആനിമൽസ് ഇൻസുലിൻ ഉണ്ടാക്കിക്കോളും. ഇതേപോലെ ചില പ്രൊഡക്റ്റുകൾ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ആൽഫ-1 ആന്റിട്രിപ്സിനും ആൽഫ-ലാക്റ്റാൽബുമിനും. ആൽഫ-1 ആന്റിട്രിപ്സിൻ ഒരു രോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് എംഫിസീമ, ഒരു പ്രോട്ടീനാണ് എംഫിസീം. പ്രോട്ടീനാണ് ആൽഫ-1 ആന്റിട്രിപ്സിൻ. അത് ഏത് രോഗത്തിനെതിരെ ഉപയോഗിക്കുക? എംഫിസീമ. അടുത്തൊരു പ്രോട്ടീനാണ് ആൽഫ-ലാക്റ്റാൽബുമിൻ. ഇത് മനുഷ്യന്മാരുടെ മുലപ്പാലിൽ കാണുന്ന അതേ പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പശുവുണ്ട്, ആ പശുവിൻ്റെ പേരാ റോസി. എന്താ? റോസി. ആൽഫ-1 ആന്റിട്രിപ്സിൻ ഒരു
പ്രോട്ടീനാ. അത് ഉപയോഗിക്കുന്നത് എംഫിസിമ എന്ന് പറയുന്ന രോഗത്തെ മാറ്റാനാണ്. ആൽഫ ലാക്റ്റാൽബുമിൻ ഒരു പ്രോട്ടീനാ, അത് മാറ്റാൻ അത് ഉപയോഗിച്ച് മാറ്റുന്ന രോഗമല്ല റോസി, അതുണ്ടാക്കുന്ന പശുവാണ് ആര്? റോസി. ഫസ്റ്റ് ട്രാൻസിനിക് കൗ ആരാ മക്കളെ? റോസിയാണ്. ഓർത്ത് വെച്ച റോസിയാണ്. അടുത്ത എങ്ങനെയാ സാറേ ഇൻസെക്റ്റുകൾക്കെതിരെ BT കോട്ടൺ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് BT കോട്ടൺ ഇൻസെക്റ്റിനെ അകറ്റി മാറ്റുന്നത്? ഇതാണ് മക്കളെ BT കോട്ടൺ, ബാസിലസ് തുറിഞ്ചിനസിസ് കോട്ടൺ, BT ജീനുള്ള കോട്ടൺ, BT ജീൻ അല്ലെങ്കിൽ ക്രൈജീനുള്ള കോട്ടൺ. ഇതാണ് BT കോട്ടൺ. ഈ കോട്ടന്റെ ഒരു ഭാഗം, ഒരു ഇലേന്റെ ഭാഗം ആര് കഴിച്ചു? ഇൻസെക്ട് കഴിച്ചു എന്നിരിക്കട്ടെ. BT കോട്ടന് ഇൻസെക്ട് കഴിച്ചു എന്നിരിക്കട്ടെ. അപ്പൊ എന്താ പറ്റുകയെന്നറിയാമോ? ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഈ ഇൻസെക്റ്റിൻ്റെ ഉള്ളിൽ, ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ ക്രൈജീൻ ഉണ്ട്. ക്രൈജീൻ എന്തുണ്ടാക്കും മക്കളെ? ക്രൈജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് ക്രൈ പ്രോട്ടീൻ. ക്രൈജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്താ? ക്രൈ പ്രോട്ടീൻ. ക്രൈജീൻ ഈ പ്ലാന്റിലുണ്ട്. ഈ പ്ലാന്റിലുള്ള ക്രൈജീൻ എന്തുണ്ടാക്കി വെക്കുന്നുണ്ട്? പ്ലാന്റിൽ ക്രൈ പ്രോട്ടീൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലേൻ്റെ ഭാഗം ആര് കഴിച്ചു? ഇൻസെക്റ്റ് കഴിച്ചു എന്നിരിക്കട്ടെ. അപ്പം ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ നിന്ന് ക്രൈ പ്രോട്ടീൻ ആരുടെ ഉള്ളിലേക്ക് കയറി? ഇൻസെക്റ്റിനുള്ളിലേക്ക് എൻ്റർ ചെയ്തു, കയറി. ഇനാക്റ്റീവായിട്ടോ കയറുക. ഇനാക്റ്റീവായിട്ടുള്ള ക്രൈ പ്രോട്ടീൻ ഇൻസെക്റ്റിനുള്ളിൽ കയറി. അങ്ങനെ അവർ വയറിൻ്റെ നടുഭാഗത്തെത്തി. ഇൻസെക്റ്റിനുള്ളിൽ കയറിയല്ലോ. ഇൻസെക്റ്റിനുള്ളിൽ കയറിയ പ്രോട്ടീന് വയറിൻ്റെ നടുഭാഗത്തെത്തി. നടുഭാഗത്തിൻ്റെ പേരാണ് മിഡ്ഗട്ട്. മിഡ്ഗട്ട് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ നടുഭാഗം. വയറിൻ്റെ നടുഭാഗത്തെത്തി. നടുഭാഗത്ത് എന്താണ്? ആൽക്കലൈൻ കണ്ടീഷനാ. ഈ ആൽക്കലൈൻ കണ്ടീഷനിൽ കയറിയപ്പം ഇനാക്റ്റീവാ. അത് ആൽക്കലൈൻ മിഡ്ഗട്ടിൽ വന്നു, അവിടെ ആൽക്കലൈൻ കണ്ടീഷനിലാ. അവിടെ വെച്ച് എന്തായി മക്കളെ? ആക്റ്റീവായി. മിഡ്ഗട്ടിൽ ആൽക്കലൈൻ കണ്ടീഷനാണ്, അവിടെ വെച്ച് അവർ ആക്റ്റീവായി. ഈ ആക്റ്റീവായ ക്രൈ പ്രോട്ടീനുകൾ എന്ത് ചെയ്യും? ഈ മിഡ്ഗട്ടിൽ കുറെ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ഈ എപ്പിത്തീലിയൽ സെൽസിലേക്ക് ആര് ബൈൻഡ് ചെയ്യും? ഇപ്പം ഇതാണ് നമ്മൾ ആക്റ്റീവായ പ്രോട്ടീൻ. ഈ ആക്റ്റീവായ പ്രോട്ടീനുകൾ ഈ മിഡ്ഗട്ടിലെ എപ്പിത്തീലിയൽ സെൽസിലേക്ക് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ എന്തുണ്ടാക്കും? ഓട്ടയുണ്ടാക്കും. ആ എപ്പിത്തീലിയൽ സെൽസിൽ അവർ എന്തുണ്ടാക്കും സാറേ? ഓട്ടയുണ്ടാക്കും. ഈ ഓട്ടയിലേക്ക് വെള്ളം കയറും. വയറാണല്ലോ, വയറിൽ കുറേ വെള്ളമുണ്ടല്ലോ. ആ വെള്ളം നേരെ ഈ എപ്പിത്തീലിയൽ സെൽസിലേക്ക് കയറും. അപ്പം സെല്ല് വീർക്കും, സ്വെല്ലിംഗ് ആയി വീർത്ത് വിട്ട് ആ സെല്ല് പൊട്ടും. പൊട്ടുന്നതിൻ്റെ പേരാണ് ലൈസിസ്. പൊട്ടിക്കഴിഞ്ഞാലോ വൈറലെ സെല്ല പൊട്ടിയേ, പിന്നെ ബാക്ടീരിയ ജീവിച്ചിരിക്കോ? ബാക്ടീരിയനെ പ്രോട്ടീൻ കൊന്നു മക്കളെ. കിൽ ഇൻസെക്റ്റുകൾ മരിച്ചു മക്കളെ. ഇപ്പോൾ ഓർത്ത് വെക്കുക, ഇനാക്റ്റീവായിട്ടുള്ള ക്രൈ പ്രോട്ടീൻ BT പ്ലാന്റിലുണ്ട്. ആ BT പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഭാഗം ഇൻസെക്റ്റ് കഴിച്ചാൽ ആ ഇനാക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻ ഉള്ളിൽ കയറി വയറ്റിലെത്തിയപ്പം ആക്റ്റീവായി എപ്പിത്തീലിയൽ സെൽസിലേക്ക് കൂടിച്ചേർന്നു, ബൈൻഡ് ചെയ്തു. അവിടെ ഓട്ടയുണ്ടാക്കി. വെള്ളം കയറിയപ്പം വീർത്ത് ഓരോ എപ്പിത്തീലിയൽ സെല്ലും പൊട്ടി. എപ്പിത്തീലിയൽ സെൽ എന്ന് പറഞ്ഞാൽ വയറ്റിലുള്ള സെല്ല. വയറ്റിലെ സെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസെക്റ്റ് ജീവിച്ചിരിക്കില്ലല്ലോ. ക്രൈജീൻ 3 ടൈപ്പ് ഉണ്ട്. ക്രൈഫസ് AB, ക്രൈസെക്കൻഡ് AB, ക്രൈഫസ് AC. ക്രൈഫസ് AB ഏത് ഇൻസെക്റ്റിനെതിരെ പ്രവർത്തിക്കുക? ഏത് ഇൻസെക്റ്റിനെ കൊല്ലുക? കോൺബോററിനെയാ. ക്രൈസെക്കൻഡ് ABയും ക്രൈഫസ് ACയും ഏത് ഇൻസെക്റ്റിനെ കൊല്ലുക? കോട്ടൺ ബോൾവോം. ഇത് 1 മാർക്കിന് ചോദിക്കും, ഓർത്ത് വെച്ചേക്കണം. ഇത് ഓരോന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. എംബ്രിയോസാക്ക്, ഇത് ഏതാണെന്ന് ചോദിച്ചാൽ എംബ്രിയോസാക്കിന്റെ ഫിഗർ ആണ്. ഇതാണ് 3 ആന്റിപോഡൽസ്. 3 ഉണ്ട്, ഓരോന്നും ഹാപ്ലോയിഡാ. നടുക്കുള്ള ഒരു വലിയ സെൽ ഉണ്ട്, അതാണ് സെൻട്രൽ സെൽ. സെൻട്രൽ സെൽ ഒരെണ്ണമേ ഉള്ളൂ, അത് ഡിപ്ലോയിഡ് ആണ്. അതിലുള്ള 2 ന്യൂക്ലിയസിന്റെ പേരാണ് പോളാർ ന്യൂക്ലിയേ. ഇത് എഗ് ആണ്, ഹാപ്ലോയിഡ് ആണ്. ഇത് രണ്ടും സിനർജിഡ് ആണ്, 2 ഉണ്ട്. ഈ എഗ്ഗിനെയും ഈ 2 സിനർജിസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാ എഗ് അപ്പാരറ്റസ്. ഈ സിനർജിസിലെ ഈ തിക്കനിങ്ങിന്റെ പേരെന്താ? ഫില്ലിഫോം അപ്പാരറ്റസ് എന്ന് വിളിക്കുക. സിനർജിസിലെ തിക്കനിങ്ങിന്റെ പേരാ ഫില്ലിഫോ അപ്പാരറ്റസ്. ഫില്ലിഫോ അപ്പാരറ്റസിന്റെ പണി എന്താ? എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക. ഗൈഡ് പോളൻ ട്യൂബിന്റെ എംബ്രിയോസാക്ക്. മോനെ പോളൻ ട്യൂബെ എംബ്രിയോസാക്കിലേക്ക് കയറി ഗൈഡ് ചെയ്യുക. കറക്റ്റ് പോളൻ ട്യൂബിനെ എംബ്രിയോസാക്കിന്റെ ഉള്ളിലേക്ക് ഗൈഡ് ചെയ്യുന്നത് ആരാ? ഫില്ലിഫോ അപ്പാരറ്റസ് ആ മക്കളെ. ഏതാണ് സാറേ എംബ്രിയോസാക്കിന്റെ ഉള്ളിലെ ഡിപ്ലോയിഡ് സെൽ? ആരാ ഡിപ്ലോയിഡ് സെൽ? ആന്റിപോഡൽ ഹാപ്ലോയിഡാ, എഗ് ഹാപ്ലോയിഡാ, സിനർജിഡ് ഹാപ്ലോയിഡാ? ആര് മാത്രമേ ഡിപ്ലോയിഡ് ഉള്ളൂ? സെൻട്രൽ സെല്ല് മാത്രമേ ഡിപ്ലോയിഡ് ഉള്ളൂ മക്കളെ. സെൻട്രൽ സെല്ലാണ് ഡിപ്ലോയിഡ് സെൽ. ഓക്കെ, അടുത്ത് ഇത് ഡൈക്കോട്ടെ അല്ലെങ്കിൽ മോണോക്കോട്ട് എംബ്രിയോ. ഏതെങ്കിലും ഒരു ഡയഗ്രം എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഭാഗം എന്താ? പ്ലിമ്യൂള്. എന്താ സാറേ? പ്ലിമ്യൂള്. ഇത് രണ്ടും അവരുടെ കോട്ടിലിടുന്ന സാർ. ഇത് അവരുടെ റാഡിക്കിളാ സാർ. റാഡിക്കിളിന്റെ പ്രൊട്ടക്ഷന്റെ പേരെന്താ? റൂട്ടി ക്യാപ്പ് എന്ന് വിളിക്കുക. ഡൈക്കോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ മോണോക്കോട്ട് എംബ്രിയോന്റെ ചിത്രം കൊണ്ട് നോക്കി വെക്കുക. ഓക്കെ, ഓരോ വിൻഡ് പോളിനേറ്റർ, വാട്ടർ പോളിനേറ്റർ, ഇൻസെക്ട് പോളിനേറ്ററിന്റെ പ്രത്യേകത എന്താ? വിൻഡ് പോളിനേറ്ററിൽ പോളൻ ഗ്രെയിൻസ് ചെറുതായിരിക്കും, ലൈറ്റ് ആയിരിക്കും. ഓവറിൻ്റെ ഉള്ളിൽ ഒറ്റ ഒവ്യൂളെ പാടുള്ളൂ. വെരി കിങ്ങിണി, വെരി കിങ്ങിണി. സിംഗിൾ ഒവ്യൂൾ ഇൻ ഓവറി. പിന്നെന്താ?
സ്റ്റേമൻ പുറത്തേക്ക് ഇരിക്കണം. സ്റ്റേമൻ പുറത്തേക്ക് ഇരുന്നാലല്ലേ കാറ്റിന് പോളങ്കിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇരിക്കുന്നതിനെ വിളിക്കുന്ന പേരാ, തുറന്നിരിക്കുന്ന സ്റ്റേമനെ വിളിക്കുന്ന പേരാ എക്സ്പോസ്ഡ് സ്റ്റേമൻ. ഇത് മൂന്നുമാണ് വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകത. അതിന് എക്സാമ്പിൾ മക്കളെ ഗ്രാസസ്. വാട്ടർ വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റുകൾക്ക് എക്സാമ്പിൾ പ്രത്യേകത എന്താ? റിബൺ ഷേപ്പ്ഡ് പോളൻ ആയിരിക്കും. പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൽ നശിക്കാതിരിക്കാൻ എന്ത് കാണും? മ്യൂസിലേജിനസ് കവറിങ് കാണും. റിബൺ ഷേപ്പ് ആയിരിക്കും പോളൻ ഗ്രെയിൻ റിബൺ ഷേപ്പ് ആയിരിക്കും. അവരെ കവർ ചെയ്ത് എന്തുണ്ട്? മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ട്. എക്സാമ്പിൾ എന്താ? വലിസ്നേറിയ, ഹൈഡ്രില്ല, സൊസ്തീറ. ഇതാ വാട്ടർ പോളിനേഷനിൽ കാണാം. ഇൻസെക്ട് പോളിനേഷനിലോ പോളൻ ഗ്രെയിൻ സ്റ്റിക്കി ആയിരിക്കും, ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, തേനുണ്ട്, നല്ല സ്മെല്ല് ഉണ്ടായിരിക്കും ഫ്ലവേഴ്സിന്, നല്ല ഇൻസെക്ട് വരുള്ളൂ. ഇതൊന്നും ഇവിടെ ബാധകമല്ല കേട്ടോ. കളർഫുൾ ആയിരിക്കണം, സ്മെല്ല് വേണമെന്ന് ബാധകമല്ല ഇൻസെക്റ്റിലും വിൻഡിലും വാട്ടറിലും. എക്സാമ്പിൾ അമോർഫോഫാലസ്, യൂക്ക പ്ലാന്റ്, ഫിഗ് ട്രീ. ഇതൊക്കെ ഇൻസെക്ട് വഴിയാ പോളിനേഷൻ നടത്തുക. ഔബ്രീഡിങ് ഡിവൈസുകൾ ഏതാണെന്ന ചോദ്യം മക്കളെ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ഔബ്രീഡിങ് എന്ന് പറഞ്ഞാൽ? സെൽഫ് പോളിനേഷനെ കുറയ്ക്കണം. സെൽഫ് പോളിനേഷൻ ഒരു പ്ലാന്റിന് ഇഷ്ടമല്ല. സെൽഫ് പോളിനേഷനെ കുറച്ച് ക്രോസ് പോളിനേഷനെ കൂട്ടാൻ പ്ലാന്റ് തന്നെ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, അതാണ് മക്കളെ എന്ത്? ഔട്ട്ബ്രീഡിങ് ഡിവൈസ് എന്ന് വിളിക്കുക. എന്താ സാറേ? ബൈസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കുന്നതിന് പകരം അവർ എന്തുണ്ടാക്കും? യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും. അപ്പൊ സെൽഫ് പോളിനേഷൻ നടക്കില്ല. സെൽഫ് പോളിനേഷൻ നടത്താതിരിക്കുന്നതാണല്ലോ ഔട്ട്ബ്രീഡിങ് ഡിവൈസ്. അടുത്തെന്താ? ആന്തർ സിഗ്മയും ഡിഫറെന്റ് ടൈമിലാണ് മെച്ചുവർ ആകുക. ഇതാണ് സാറേ ഒരു ബൈസെക്ച്വൽ ഫ്ലവർ. യൂണിസെക്ച്വൽ ഫ്ലവർ മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. പക്ഷെ ചിലപ്പോൾ അവർ ബൈസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കിന്നിരിക്കട്ടെ. അപ്പം എന്താ പറ്റുക? ഇവിടാണ് സാർ ആന്തർ, ഇവിടാണ് സാർ സിഗ്മ. ഇവർ അടുത്തിരുന്നാൽ എന്താ പ്രശ്നം? ഇവർ ഒരേ സമയത്ത് മെച്ചുവർ ആയാലും എന്താ പ്രശ്നം? ഇവിടുന്നുള്ള പോളങ്കിനെ ഇവൻ വേഗം വാങ്ങിക്കും. അപ്പം സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടില്ല. അപ്പം എന്ത് ചെയ്തു പ്ലാന്റ്? ഈ ആന്തറിനെയും സിഗ്മേനെയും ഡിഫറെന്റ് ടൈമിൽ മെച്ചുവർ ആക്കി. അടുത്തെന്താ? രണ്ടിനെയും ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചു. ഇതാണ് ഒരു ബൈസെക്ച്വൽ ഫ്ലവർ, ഇതാണ് ആന്തർ സാർ, ഇതാണ് സിഗ്മ. രണ്ടും അടുത്തിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ വന്ന് രണ്ടിനെ രണ്ടറ്റത്തേക്ക് വെച്ചു. അപ്പൊ എന്താ? ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചു. അപ്പൊ ഇവിടെ നിന്നുള്ള പോളിങ്ങിന് ഇവിടെ വന്ന് വീഴില്ല. ഓട്ടോഗമി നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. സെൽഫ് പോളിനേഷൻ ആണല്ലോ ഓട്ടോഗമി. അടുത്തെന്താ? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. രണ്ട് മാർഗം ചോദിക്കും. എന്താ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? എബിലിറ്റി ഓഫ് സിഗ്മ ടു റിജക്ട് സെൽഫ് പോളൻ. സ്വന്തം പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവ്, അതാണ് മക്കളെ എന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇതൊരു ബൈസെക്ച്വൽ ഫ്ലവർ ആ കേട്ടോ. ഇത് ഈ പോളൻ ഗ്രെയിൻ, ഇത് ഈ ആന്തർ എന്താ? ഈ ഫ്ലവറില. ഈ സിഗ്മ എന്താ? ഈ ഫ്ലവറില. ഈ ആന്തറിന് വരുന്ന പോളൻ ഗ്രെയിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് പോളൻ. ഈ ആന്തറിന് വരുന്ന പോളൻ എന്നാ? സെൽഫ് പോളൻ. ഈ സെൽഫ് പോളൻ വന്ന് വീണാൽ സിഗ്മ അതിനെ അകറ്റി മാറ്റും. മോനെ, നീ എന്റെ തന്നെ ഫ്ലവറിലെ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിനാ, നീ വിട്ടോ നിന്നെ എനിക്ക് വേണ്ട, അകറ്റി മാറ്റും. സെൽഫ് പോളനെ, ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളനാ സെൽഫ് പോളനെ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവ്. സെൽഫ് പോളനെ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവ്, അതാണ് എന്ത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പൊ ഇവനെ അകറ്റി മാറ്റുമ്പോൾ ഇവിടെ നിന്നുള്ളത് ഇങ്ങനെ വന്ന് വീഴില്ല. അപ്പൊ ഓട്ടോഗമി നടക്കില്ല, സെൽഫ് പോളിനേഷൻ നടക്കില്ല. എന്താണ്? എബിലിറ്റി ഓഫ് സിഗ്മ ടു റിജക്ട് സെൽഫ് പോളൻ. സ്വന്തം പോളൻ ഗ്രെയിനെ, സെൽഫ് പോളനെ അകറ്റി മാറ്റമുള്ള സിഗ്മയുടെ കഴിവ്. ഞാൻ വേഗം പറയാൻ കേട്ടോ മക്കളെ, ഓരോന്നും പഠിപ്പിച്ച് തരാൻ സമയമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരും. ഇതൊക്കെ ഞാൻ പഠിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ മക്കളെ. എങ്ങനെ ഉണ്ടായിരുന്ന ക്ലാസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് ഉറക്കമൊളഞ്ഞും നോട്ട് എഴുതി ഉണ്ടാക്കിയും വേറെ ജോലിക്കിടയിലും ഒക്കെ വന്ന് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഒന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയെന്ന് പറഞ്ഞോ, എന്നല്ലേ തിരുത്താൻ പറ്റുള്ളൂ, മനുഷ്യന്മാരല്ലേ. അടുത്ത പറ സാറേ, എങ്ങനെയാ സാർ ബാക്ടീരിയ സെല്ലിനെ കോമ്പിറ്റൻ്റ് ആക്കി മാറ്റുക? ബാക്ടീരിയ സെല്ലിനെ എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കാം? സാർ, ഒരു ബാക്ടീരിയ സെല്ല് നോർമലി RDNA വാങ്ങിക്കില്ല. ഒരു ബാക്ടീരിയ സെല്ലിലേക്ക് നോർമലി നമുക്ക് RDNA കൊണ്ടിടാൻ പറ്റില്ല. ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും മായാജാലങ്ങളും, ചില മന്ത്രവും തന്ത്രവും മായാജാലമൊക്കെ ചെയ്താലേ ഈ ബാക്ടീരിയ സെല്ല്, ഈ കാണുന്ന ബാക്ടീരിയ സെല്ല് ആരെ വാങ്ങിക്കുള്ളൂ മക്കളെ? RDNA സ്വീകരിക്കുള്ളൂ. നോർമലി ബാക്ടീരിയ സെല്ല് RDNA സ്വീകരിക്കില്ല. എന്നാൽ ചില സ്റ്റെപ്പിലൂടെ കടന്നു പോയാൽ ബാക്ടീരിയ സെല്ല് RDNA വാങ്ങിച്ചോളും. RDNA വാങ്ങിക്കാൻ തയ്യാറായ ബാക്ടീരിയ സെല്ലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പിറ്റന്റ് ബാക്ടീരിയ സെൽ. എന്താ സാർ കോമ്പിറ്റന്റ് സെൽ? എന്താ ബാക്ടീരിയ സെല്ലും കോമ്പിറ്റന്റ് ബാക്ടീരിയ സെല്ലും തമ്മിൽ വ്യത്യാസം? നോർമൽ ബാക്ടീരിയ സെൽ RDNA വേഗം വാങ്ങിക്കില്ല. എന്നാൽ RDNA വാങ്ങിക്കാൻ തയ്യാറായ സെല്ലിന്റെ പേരാണ് കോമ്പിറ്റന്റ് സെൽ എന്ന് വിളിക്കുക. അപ്പൊ എങ്ങനെയാ സാർ നോർമൽ ഒരു ബാക്ടീരിയ സെല്ലിനെ കോമ്പിറ്റന്റ് ബാക്ടീരിയ സെല്ലാക്കുക? 4 സ്റ്റെപ്പിലൂടെ പോകണം. ആദ്യം ബാക്ടീരിയ സെല്ലിന്റെ മുകളിലേക്ക് കാൽസ്യം മഗ്നീഷ്യം അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. ബാക്ടീരിയ സെല്ലിനെ എടുക്കുന്നു, കാൽസ്യം മഗ്നീഷ്യം അയോൺ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എവിടെ കൊണ്ടുവെക്കുക? ഐസിൽ കൊണ്ടുവെക്കുക. അടുത്ത
മൂന്നാമത്തെ സ്റ്റെപ്പിൽ 42 ഡിഗ്രി ചൂടത്ത് കൊണ്ടുവെക്കണം. ആ സ്റ്റെപ്പിന്റെ പേരാണ് ഹീറ്റ് ഷോക്ക് മെത്തേഡ്. 42 ഡിഗ്രി ചൂടത്ത് വെക്കുന്നതിന്റെ പേര് ഹീറ്റ് ഷോക്ക് മെത്തേഡാ. പിന്നെ നേരെ വീണ്ടും ഐസിൽ കൊണ്ടുവെക്കുന്നു. ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ ആ ഡി എൻ എ കാണുമ്പോൾ വിളിച്ച് വാങ്ങിക്കും. ബാക്ടീരിയ സെല്ലിന് ആ ഡി എൻ എ ഇഷ്ടപ്പെടണമെങ്കിൽ, വാങ്ങിക്കാൻ തയ്യാറാകണമെങ്കിൽ ഈ 4 സ്റ്റെപ്പിലൂടെ കടന്നു പോകണം. തയ്യാറായ ബാക്ടീരിയന്റെ പേരാണ് കോമ്പിറ്റന്റ് ബാക്ടീരിയ സെൽ. അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണ് ബാക്ടീരിയയെ കോമ്പിറ്റന്റ് ആക്കുക, എങ്ങനെയാണ് ബാക്ടീരിയനെ ആ ഡി എൻ എ വാങ്ങിക്കുന്ന ബാക്ടീരിയ സെല്ലാക്കുക, എങ്ങനെ നമുക്ക് റെഡിയാക്കാം? ഈ 4 സ്റ്റെപ്പ്. കാൽസ്യം മഗ്നീഷ്യം അയൺ കൊണ്ട് ബാക്ടീരിയ സെൽ പ്രവർത്തിപ്പിക്കുന്നു. ഐസ്, ചൂട്, ഐസിന്റെ ടെമ്പറേച്ചർ 42, ഹീറ്റ് ഷോക്ക് മെത്തേഡ്. ഇതേതാ മക്കളെ? PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഏതാ? ഒന്നാമത്തെ ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ. പ്രൈമറി ഏത് സ്റ്റേജിലാണ് ഉപയോഗിക്കുക? അനലിംഗിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ ഇതില് PCR തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ടെമ്പറേച്ചർ കൊടുത്താലും ഒന്നും പറ്റാത്ത എൻസൈം, അതാണ് തെർമോസ്റ്റേബിൾ. തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, സ്റ്റേബിൾ, ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന എൻസൈം. ആ DNA പോളിമറൈസിന്റെ പേരെന്താ? ടോക്ക് പോളിമറൈസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിനെ സഹിച്ച് നിൽക്കാൻ പറ്റുന്ന DNA പോളിമറൈസ് എൻസൈം. ഇതിനെ എവിടെ നിന്നാ വേർതിരിക്കുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഈ ടോക്ക് പോളിമറൈസിനെ ഏത് ബാക്ടീരിയയിൽ നിന്നാ വേർതിരിക്കുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. ടോക്ക് പോളിമറൈസിനെ ഏത് ബാക്ടീരിയയിൽ നിന്നാ വേർതിരിക്കാന്ന് എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ഇതേതാ സാറേ? ഇതാണ് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഡയഗ്രാം ചോദിച്ചു വെക്കണം. PCR, അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. പിന്നെ നെയിമിംഗ് ഓഫ് എൻസൈം. ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലങ്ങൾ മാറ്റി ചോദിക്കാറുണ്ട്. PCR-ഉം അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസിസുമായി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം. ഇതിൽ അറിയേണ്ട കാര്യം, വലിയ കഷ്ണങ്ങൾ ബാക്കിലാണ് കാണുക, ചെറിയ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ കാണുക. വലിയ കഷ്ണങ്ങൾ ബാക്കിൽ, ചെറിയ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ കാണും. എങ്ങനെയാ സാറേ ഈ മീഡിയത്തിൽ നമുക്ക് വേണ്ട ജീനെ കാണുക? എങ്ങനെ ഡിസ്റ്റർബ് ജീൻ, എങ്ങനെ DNA കഷ്ണങ്ങളെ കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? ആദ്യം എന്ത് ചെയ്യുക? ഈ DNA കഷ്ണങ്ങൾ എതിഡിയം ബ്രോമൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക. ഈ മീഡിയത്തിലേക്ക് എന്താ ആഡ് ചെയ്യുക? എതിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്യുക. എതിഡിയം ബ്രോമൈഡ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് എന്തടിക്കുക മക്കളെ? UV ലൈറ്റ് അടിക്കുക. അപ്പോഴേ മീഡിയത്തിൽ DNA കഷ്ണങ്ങളെ ചെതറി കിടക്കുന്ന കാണാൻ പറ്റുള്ളൂ. ഏത് കളറിലാണ് കാണാൻ പറ്റുക? ബ്രൈറ്റ് ഓറഞ്ച് കളർ. ഏതാ? നല്ല ഓറഞ്ച് കളറിൽ കാണും. എന്നിട്ട് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളും കാണും. അതിൽ നിന്ന് നിങ്ങളുടെ ഏതാ നിങ്ങൾ പ്രൈമറി വെച്ച് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വേണ്ട ഡിസ്റ്റർബൽ ജീൻ ഏതാ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതിന്റെ പേരാ, മീഡിയത്തിൽ നിന്ന് വേർതിരിക്കുന്നതിന്റെ പേരാണ് എലൂഷൻ. എന്താ വിളിക്കുക നമ്മൾ? പറ. ഡെലൂഷൻ അല്ല, എലൂഷൻ. എന്താ എലൂഷൻ? അഗ്രോസ് മീഡിയത്തിൽ നിന്ന് നമുക്ക് വേണ്ട ജീനെ കുഴിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നു, കുഴിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിന്റെ പേരാണ് എലൂഷൻ. NCERT പറയുന്നുണ്ട് കട്ട് ഔട്ട് ചെയ്യണം, കട്ട് ചെയ്ത് വേണം എടുക്കാൻ. മീഡിയത്തിൽ നിന്ന് നമ്മളിങ്ങനെ ചെത്തി വേണം എടുക്കാൻ ആ കഷ്ണത്തെ. അതിൻ്റെ പേരാണ് എലൂഷൻ എന്നാ വിളിക്കുക. ഇത് PBR 322 മക്കളെ കുറേ നാളായിട്ട് വന്നിട്ടില്ല. കുറേ നാളായിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണാറില്ല മക്കളെ. എന്താ വരിക സാർ? ഇതിലെ ORI എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇതിലെ സെലക്ടബിൾ മാർക്കർ ഏതൊക്കെയാ? ആംബിസിൻ റെസിസ്റ്റന്റ് ജീന്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. അറിയാലോ, കോപ്പി നമ്പർ, സെലക്ടബിൾ മാർക്കർ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, പിന്നെന്താ റെക്കഗ്നിഷൻ സൈറ്റ്. ഇതൊക്കെയാണ് ഒരു പ്ലാസ്മിഡിന്റെ പ്രോപ്പർട്ടി, വെക്ടറിന്റെ പ്രോപ്പർട്ടി. എന്താണ് സെലക്ടബിൾ മാർക്കറിന്റെ റോള്? എന്തിനാണ് ഒരു വെക്ടറിന് സെലക്ടബിൾ മാർക്കർ വേണമെന്ന് പറയുന്നത്? എന്തിനാണെന്ന് അറിയാമോ? റീകോംബിനന്റ് സെല്ലിനെയും നോൺ റീകോംബിനന്റ് സെല്ലുകളെയും സെപ്പറേറ്റ് ചെയ്യാൻ. ടു സെപ്പറേറ്റ് റീകോംബിനന്റ് സെൽ ഫ്രം നോൺ റീകോംബിനന്റ്. ഒരു കൂട്ടം നോൺ റീകോംബിനന്റ് സെൽ എന്നിരിക്കുക. എന്താ നോൺ റീകോംബിനന്റ്? ADN ഇല്ലാത്ത സെല്ല്, അതാ നോൺ റീകോംബിനന്റ് സെല്ല്. ഒരു കൂട്ടം നോൺ റീകോംബിനന്റ് സെല്ലിൽ നിന്ന് ADN കയറിയ റീകോംബിനന്റ് സെല്ലുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സെലക്ടബിൾ മാർക്കറിനെ ഉപയോഗിക്കുക. എന്തിനാ സെലക്ടബിൾ മാർക്കർ ഉപയോഗിക്കുക? നോൺ റീകോംബിന്റുകളെയും റീകോംബിന്റുകളെയും തിരിച്ചറിയാൻ. നോൺ റീകോംബിനന്റ് സെല്ലിനെയും റീകോംബിനന്റ് സെല്ലുകളെയും തിരിച്ചറിയാനാ. ടു സെപ്പറേറ്റ്, ടു സെലക്ട്, അങ്ങനെ ഇരിക്കും. ടു സെപ്പറേറ്റ് എന്ത്? റീകോമൻഡ് ആൻഡ് നോൺ റീകോമൻഡ് രണ്ടുപേരും തിരിച്ചറിയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സെലക്ടബിൾ മാർക്കറിനെ ഉപയോഗിക്കുക. എന്താ സാറേ പാലിൻഡ്രോമിക് സീക്വൻസ്? ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും ഇവിടുന്ന് ഇങ്ങോട്ട് വായിച്ചാലും സെയിം ആയിരിക്കണം. GAATTC അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ സെയിം ആണെങ്കിൽ അതിന്റെ പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ് വിച്ച് റീഡ് സെയിം ഫ്രം ബോത്ത് എൻഡ്. രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാലും ഒരേപോലെ. ഇതെങ്ങനെ കട്ട് ചെയ്യുക? ഇവിടെ എങ്ങനെ കട്ട് ചെയ്യുക? ഇവിടെ കട്ട് ചെയ്യും. ജിന്റെയും എന്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇങ്ങനെ അപ്പം വരിക. ഇത് 5' ആണെങ്കിൽ ഇവിടെ എന്ത് വരും? G വരും. ഇവിടെ എന്താ വരിക? AATTZ. ഇവിടെ ബാക്കി 3' കാണും. കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ എന്താ വരിക? 3' ആണെങ്കിലോ CTTA വരും. ഇങ്ങനെ ഒരു കഷ്ണം. ഇവിടെ ബാക്കി മുറിഞ്ഞ G കഷ്ണവും കാണും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് മുറിഞ്ഞു പോവുക. ഇങ്ങനെ മുറിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ രണ്ട് കഷ്ണങ്ങൾ ഉണ്ടാവും. എങ്ങനത്തെ രണ്ട് കഷ്ണം സാറേ? ഇങ്ങനത്തെ രണ്ട് കഷ്ണങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ രണ്ട് കഷ്ണങ്ങളായിരിക്കും ഉണ്ടാകുക.
ഇങ്ങനെ കൂർത്തിരിക്കുക. ഈ കൂർത്തിരിക്കുന്ന എൻഡുകളെ വിളിക്കുന്ന പേരാണ് ഷിക്കി എൻഡ്. ഈ കൂർത്തിരിക്കുന്ന എൻഡിന്റെ പേരെന്താ? ഷിക്കി എൻഡ്. ഷിക്കിയ, വേഗം സ്റ്റിക്കാവും. നിങ്ങൾ മുറിച്ച് രണ്ടിനെ രണ്ടായിട്ട് മാറ്റി, പക്ഷെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും അവർ സ്റ്റിക്കാവും. ഇത് നിങ്ങൾ മുറിച്ച് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തല്ലോ, റെസ്ട്രിക്ഷൻ എൻസൈം. ഇനി അടുത്തേക്ക് വന്നാലോ വേഗം അവർ സ്റ്റിക്കാവും, വേഗം പഴയ പോലെ തന്നെ ആവും. വീണ്ടും ഇവർ കൂടിച്ചേർന്ന് ഇങ്ങനെ തന്നെ ആവും. എങ്ങനെ ആകാം? വീണ്ടും ഇവർ കൂടിച്ചേർന്നാൽ എങ്ങനെ കാണാം? ഞാൻ കാണിച്ചു തരാം മക്കളെ. വീണ്ടും കൂടിച്ചേർന്നാൽ ഇങ്ങനെ കാണാം. വീണ്ടും ഇവർ കൂടിച്ചേരും, ഇങ്ങനെ അവർ വീണ്ടും കൂടിച്ചേരും, വേഗം അടുക്കും, വേഗം സ്റ്റിക്കാകും. അതാ സ്റ്റിക്കി എൻഡ്. ഈ എൻഡുകളുടെ മുകളിലാണ് വേഗം ലിഗേസിന് ആക്ട് ചെയ്യാൻ പറ്റുക. സ്റ്റിക്കി എൻഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഈസി ജോയിനിങ് ഓഫ് ജീൻ ബൈ ലിഗേസ്. ലിഗേസുകൾക്ക് വേഗം രണ്ട് ജീനെ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ രണ്ട് ജീൻ്റെ അറ്റത്തും സ്റ്റിക്കി എൻഡ് ആയിരിക്കണം. രണ്ട് ജീനുകളെ ലിഗേസിന് കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ രണ്ടിൻ്റെ അറ്റത്തും സ്റ്റിക്കി എൻഡ് ആണെങ്കിൽ വേഗം കൂട്ടിച്ചേർക്കാം. വേറൊന്നുണ്ട്, ബ്ലണ്ട് എൻഡ്. ബ്ലണ്ട് എൻഡ് ലിഗേസിന് വേഗം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നതല്ല. രണ്ട് ജീനുകളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ലിഗേസിന് രണ്ട് ജീൻ്റെ അറ്റത്തും സ്റ്റിക്കി എൻഡ് കിട്ടണം. സ്റ്റിക്കി എൻഡിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ലിഗേസിന് വേഗം ആക്ട് ചെയ്യാൻ പറ്റും കൂട്ടിച്ചേർക്കാൻ. ഫോർ ഈസി ജോയിനിങ് ഓഫ് ജീൻ ബൈ ലിഗേസ്. വേഗം ജീനുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും ലിഗേസിനെ എപ്പോഴാ? രണ്ടറ്റവും സ്റ്റിക്കി എൻഡ് ആണെങ്കിൽ. ഓക്കെ മക്കളെ, ഇത് ഏതാന്ന് ഓർത്ത് വെക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നാറ്റാലിറ്റിയും ഇമിഗ്രേഷൻ ആണെങ്കിൽ ഇതെന്താ? എമിഗ്രേഷൻ, മോർട്ടാലിറ്റി. ഇതിലേതാണ് ഇൻക്രീസ് ചെയ്യുക പോപ്പുലേഷൻ ഡെൻസിറ്റിനെ? നാറ്റാലിറ്റിയും ഇമിഗ്രേഷനും കൂട്ടും, മോർട്ടാലിറ്റിയും ഇമിഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കുറയ്ക്കുന്നവരാണ്. നോക്കി വെക്കണേ. ഇതെന്താ സാർ? പോസിറ്റീവും സീറോ ആണെങ്കിൽ ഏതാണ്? കമൻസാലിസമായി ഇൻട്രാക്ഷൻ വരിക. നെഗറ്റീവും സീറോ ആണെങ്കിൽ അമൻസാലിസം വരിക. പോസിറ്റീവും നെഗറ്റീവ് ആണെങ്കിലോ പ്രിഡേഷൻ അല്ലെങ്കിൽ പാരസൈറ്റിസം. രണ്ടിടത്തും പോസിറ്റീവ് നെഗറ്റീവ് വരുന്നത് രണ്ടിടത്തുണ്ട്. പ്രിഡേഷൻ, പാരസൈറ്റിസം. രണ്ടിടത്ത് നെഗറ്റീവ് ആണെങ്കിൽ കോമ്പറ്റീഷൻ, രണ്ടിടത്തും പോസിറ്റീവ് ആയിരുന്നെങ്കിലോ മ്യൂച്വലിസം മക്കളെ വരിക, മ്യൂച്വലിസമാ വരിക. ഈ ഗ്രാഫ് നോക്കണേ. ഇതാണ് എക്സ്പോണൻഷ്യൽ. ജെ ഷേപ്പ് അവിടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലാണ് വരിക. ഈ എസ് ഷേപ്പ് അവിടെ, സിഗ്മോയിഡ് ഷേപ്പ് അവിടെ ലോജിസ്റ്റിക്കിലാണ് മക്കളെ വരിക. ഇവൻ്റെ ഇക്വേഷൻ dn by dt = r×n. ഇവൻ dn by dt = r×n k - n/k. k - n/k. r എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. എങ്ങനെ കണ്ടുപിടിക്കുക? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് സാറേ. കെ എന്താ സാർ ചോദിക്കും. കെ ക്യാരിയിങ് കപ്പാസിറ്റി. എന്താ ക്യാരിയിങ് കപ്പാസിറ്റി? ഒരു പോപ്പുലേഷനെ അവിടുത്തെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് സാധനങ്ങളുണ്ട്. ഒരു പോപ്പുലേഷന് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ആ ഫുഡ് ഐറ്റംസ് വെച്ച് ആ പോപ്പുലേഷനെ എത്ര പേരെ അവിടെ പോറ്റി വളർത്താൻ പറ്റും, ആ എണ്ണത്തിനെ വിളിക്കുന്ന പേരെ ക്യാരിയിങ് കപ്പാസിറ്റി. ഒരു പോപ്പുലേഷനെ എത്ര പേരെ ക്യാരി ചെയ്യാൻ പറ്റും, ആ എണ്ണമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ കപ്പാസിറ്റി എന്താ? മാക്സിമം നമ്പർ ഓഫ് ഓർഗാനിസം എ പോപ്പുലേഷൻ ക്യാൻ അക്കോമഡേറ്റ്. ഒരു പോപ്പുലേഷന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഓർഗാനിസത്തിന്റെ എണ്ണം. ഒരു പോപ്പുലേഷന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഓർഗാനിസത്തിന്റെ എണ്ണമാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ആർ എന്താ? ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. എങ്ങനെ കണ്ടുപിടിക്കുക? ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. ഓരോന്ന് എക്സാമ്പിൾ തന്നുകൊണ്ട് ഏത് ഇതാന്ന് ചോദിക്കട്ടോ. ടിക്സ് ഓൺ ഡോഗ്. പട്ടിക്കുട്ടീൻ്റെ മുകളിലുള്ള ചെള്ള് പാരസൈറ്റിസമാ. ലൈസ് ഓൺ ഹ്യൂമൻ. മനുഷ്യന്മാരുടെ തലയിലുള്ള പെയിന് എന്താ? പാരസൈറ്റിസമാ. ഇത് രണ്ട് പാരസൈറ്റിസമാ. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ കമൻസാലിസം. കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റ് കമൻസാലിസം. സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ് കമൻസാലിസം. ബലാനസ് ആൻഡ് വെയിൽ കമൻസാലിസമാ. ലൈക്കിന് മൈക്കോറൈസ ഒക്കെ എന്താ? മ്യൂച്വലിസമാ മക്കളെ. ഫംഗസ് റൂട്ട് വരുമ്പോൾ മൈക്രോറൈസേ വരിക, അത് മ്യൂച്വലിസമാ. ലൈക്ക് എന്ന് പറയുമ്പോൾ ഫംഗസും ആൽഗയുമാണ്, അത് മ്യൂച്വലിസമാ. ഞാൻ വേഗം പറയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. വേഗം പറയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ എഴുതി പഠിക്കണം. ഓരോന്നിൻ്റെ എക്സാമ്പിൾ എഴുതി എൻ്റെ മക്കൾ പഠിച്ചേക്കണം. അടുത്തെന്താ സാറേ? പാരസൈറ്റുകൾക്ക് ഹോസിന്റെ മുകളിൽ ജീവിക്കാൻ കുറെ മാറ്റങ്ങൾ അവർ ബോഡിയിൽ വരുത്തിയിട്ടുണ്ട്. എന്നാലേ ഹോസിന്റെ മുകളിൽ ആർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ? പാരസൈറ്റിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പാരസൈറ്റ്, ഇതാണ് ഹോസ്. എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഹോസിന്റെ മുകളിൽ ജീവിക്കാൻ പാരസൈറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഒന്നെന്താ? ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ അവർക്ക് സക്കർ ഉണ്ട്. സക്കർ വെച്ചിട്ടാ അവർ ഹോസിന്റെ ഉള്ളിലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. സക്കർ ഉണ്ട്. പിന്നെന്താ? അൺനെസസറി സെൻസ് ഓർഗൻ വേണ്ട. ആവശ്യമില്ലാത്ത സെൻസ് ഓർഗൻസ് ഒന്നും ഇല്ല അവർക്ക്. കാരണം എന്താ വെച്ചാൽ ഈ പേന് എക്ടോ പാരസൈറ്റാ. ഈ എൻഡോ പാരസൈറ്റ് ഉണ്ടല്ലോ, ഉള്ളിൽ കാണുന്ന പാരസൈറ്റ്, അവർ ഒരിടത്ത് തന്നെ നിൽക്കുക. നമ്മുടെ ബോഡിയിൽ ഒരിടത്ത് തന്നെ നിൽക്കുക. അവർ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറൊന്നും ഇല്ല. അപ്പോൾ കയ്യും കാലിലൊന്നും ആവശ്യം അവർക്കില്ല. പേൻ എക്ടോ ആണ്, അവർക്ക് കയ്യും കാലും ഒക്കെ ഉണ്ട്. ഉള്ളിലുള്ള പാരസൈറ്റുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഉള്ളിൽ മൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കയ്യും കാലും അങ്ങനെയുള്ള സെൻസ് ഓർഗൻസ് അനാവശ്യമായതിൻ്റെ ആവശ്യമില്ല. ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. പിന്നെന്താ? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ഓൾറെഡി സക്കർ വെച്ച് നമ്മുടെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക, നമ്മുടെ ബ്ലഡിലെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. അത് ഓൾറെഡി ബ്ലഡിൽ എങ്ങനെ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ആണല്ലോ, അവർ പിന്നെ വലിച്ചെടുത്ത് ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സക്കർ വെച്ച് വീണ്ടും വലിച്ചെടുക്കുമ്പോൾ വീണ്ടും ഡൈജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സെൻസ് ഓർഗൻസ് ഇല്ല. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. വേഗം പെറ്റുപെരുകും. ഒരു പാരസൈറ്റ് 2 ആകും, 2 3 ആകും. അങ്ങനെ ഈ ഓസിനെ അവസാനം നശിപ്പിക്കും. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി.
പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആണ്. ഒറ്റ ഉത്തരം. ഇതിന് ഉത്തരം നിങ്ങൾക്ക് അറിയാം, 10% ലോ. 10% ലോ ഉള്ളതുകൊണ്ടാണ് ഏത് എക്കോസിസ്റ്റത്തിന്റെ പിരമിഡ് ഓഫ് എനർജി വരച്ചാലും ഏതാ കിട്ടുക? അപ്രൈറ്റ് ഷേപ്പാ കിട്ടുക. എന്നിട്ട് ഇത് എന്താണെന്ന് എഴുതി വെക്കണം കേട്ടോ. ഓൺലി 10% ഓഫ് ടോട്ടൽ എനർജി ഈസ് ട്രാൻസ്ഫറിംഗ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ടോട്ടൽ എനർജീൻ്റെ 10% മാത്രമേ പോകുള്ളൂ. ഓൺലി 10% ഓഫ് ടോട്ടൽ എനർജി ട്രാൻസ്ഫറിംഗ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ. മക്കളെ ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഫ്രോഗിന് ലൈന് കാറ്റിനോട്, കാറ്റിന് ഹുങ്ക് മീനിനോട്. ഫ്രോഗിന് ലൈന് കാറ്റിനോട്, കാറ്റിന് ഹുങ്ക് മീനിനോട്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഇത് പഠിക്കുമ്പോൾ തന്നെ ഹ്യൂമസ് ഉണ്ടാകുന്നുണ്ട്. ഹ്യൂമസിന്റെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡാർക്ക് കളേർഡ്, അമോർഫസ്, റെസിസ്റ്റന്റ് ടു മൈക്രോബ്, റിച്ച് ഇൻ ന്യൂട്രിയൻസ്. അതും പഠിച്ചു വെക്കണം. ഹ്യൂമസിന്റെ പ്രോപ്പർട്ടി എന്താണ്? GPP NPP എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇക്വേഷൻ എന്താ? GPP യിൽ നിന്ന് റെസ്പിറേറ്ററി ലോസ് കുറച്ചാൽ NPP കിട്ടും. GPP മൈനസ് R ഈക്വൽ ടു NPP. ഇത് പഠിക്കുമ്പോൾ തന്നെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിന്റെ ഫാക്ടേഴ്സും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതെന്തുകൊണ്ടാ സാറേ? ഇത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക. ആദ്യം ഏത് ഷേപ്പാന്ന് പറ. ഷേപ്പ് മുകളിലോട്ട് പോകുമ്പോൾ ബോക്സിന്റെ സൈസ് കൂടുതലല്ലേ? മുകളിലോട്ട് പോകുമ്പോൾ ബോക്സിന്റെ സൈസ് കൂടിയല്ലേ? ഏത് ഷേപ്പാ? ഇൻവേർട്ടഡാ. മുകളിലേക്ക് പോകുമ്പോൾ ബോക്സിന്റെ സൈസ് കുറഞ്ഞാലോ? മുകളിലേക്ക് പോകുമ്പോൾ ബോക്സിന്റെ സൈസ് കുറഞ്ഞാലോ? അതെന്താ? അപ്രൈറ്റാ. അപ്പൊ ഷേപ്പ് എന്താ സാറേ? ഇൻവേർട്ടഡ് ഷേപ്പാണ്. ടൈപ്പ് എന്താ വരിക? ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ, ഒരു പിരമിഡിന്റെ ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ ആ പിരമിഡിന്റെ സൈഡിലുള്ള സംഖ്യകൾ നോക്കുക. 4ഉം 21 അതിന് യൂണിറ്റ് നോക്കുക. യൂണിറ്റ് ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. മക്കളെ ജൂളാണ് യൂണിറ്റ് എങ്കിൽ എഴുതി വെച്ചോ പിരമിഡ് ഓഫ് എനർജിയാ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് എങ്കിൽ എഴുതി വെച്ചോ പിരമിഡ് ഓഫ് ബയോമാസ. ഒരു യൂണിറ്റും ഇല്ലെങ്കിൽ എഴുതി വെച്ചോ പിരമിഡ് ഓഫ് നമ്പരാ. നമ്പറിന് യൂണിറ്റ് പറയാറില്ലല്ലോ. ജൂൾ ആണെങ്കിൽ പിരമിഡ് ഓഫ് എനർജി, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ്, ഒരു യൂണിറ്റും ഇല്ലാത്ത സംഖ്യകളാണെങ്കിൽ പിരമിഡ് ഓഫ് നമ്പറാ. ഇവിടെ കണ്ടോ 4, 21 സംഖ്യയുണ്ട്. അതിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറാ. അപ്പൊ ഇത് ഏതാ മക്കളെ? പിരമിഡ് ഓഫ് ബയോമാസ. പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് മനസ്സിലായി. അപ്പൊ ഷേപ്പ് ഇൻവേർട്ടഡ് ആണ്, പിരമിഡ് ഓഫ് ബയോമാസുമാണ്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ഷേപ്പ് കിട്ടുന്ന ഒരേ ഒരു എക്കോസിസ്റ്റമേ ഉള്ളൂ. അത് അക്വാട്ടിക് എക്കോസിസ്റ്റമാ. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ മാത്രമേ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആകൂ. ബാക്കി എല്ലായിടത്തും പിരമിഡ് ഓഫ് ബയോമാസ് അപ്രൈറ്റാ. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ മാത്രമേ പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകൂ. ബാക്കി എല്ലായിടത്തും എന്താ? അപ്രൈറ്റാ. പിരമിഡ് ഓഫ് എനർജി ഏത് എക്കോസിസ്റ്റം എടുത്താലും അപ്രൈറ്റാ കിട്ടുക. ഓക്കെ, ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണല്ലോ പ്രൈമറി പ്രൊഡ്യൂസർ. പ്രൈമറി പ്രൊഡ്യൂസറിന്റെ ബയോമാസിനേക്കാൾ കൂടുതലാണ് പ്രൈമറി കൺസ്യൂമറിന്റെ ബയോമാസ്. ഇവനേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറി കൺസ്യൂമറിന്റെ ബയോമാസ്. അതുകൊണ്ട് ബയോമാസ് ഓരോ ലെവലിലും കൂടുന്ന കാരണമാണ് ഈ ബോക്സിന്റെ സൈസ് കൂടിയിട്ട് അപ്പറേറ്റിൽ വരുന്നത്. പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ ബയോമാസ് കൂടുതലാണ് പ്രൈമറി കൺസ്യൂമർക്ക്, അവനേക്കാൾ ബയോമാസ് കൂടുതലാണ് സെക്കൻഡറി കൺസ്യൂമർക്ക്. അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസറിന്റെ ബയോമാസ് ചെറുതാ, അപ്പോൾ ഇത്രയും ചെറിയ ബോക്സ് വരച്ചാൽ മതി. അവനേക്കാൾ ബയോമാസ് കൂടുതലല്ലേ പ്രൈമറി കൺസ്യൂമറിന്, അപ്പോൾ അവൻ്റെ ബോക്സും വലുതാക്കണം. അവൻ്റെ ബോക്സും വലുതാക്കി. അവനേക്കാൾ ബയോമാസ് കൂടുതലല്ലേ സെക്കൻഡറി കൺസ്യൂമറിന്, അപ്പോൾ ബോക്സ് വലുതാക്കി. മുകളിലോട്ട് പോയപ്പം ബയോമാസ് കൂടി, അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ബോക്സിന്റെ സൈസും കൂട്ടി. അപ്പോൾ ഏത് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ? ഇൻവെർട്ടഡ് ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ ടൈപ്പ് ഓഫ് റീസൺ ചോദിച്ചു. എന്താ? പ്രൈമറി പ്രൊഡ്യൂസറിനേക്കാൾ ബയോമാസ് കൂടുതലാണ് പ്രൈമറി കൺസ്യൂമർക്ക്. അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇത്രയുള്ള മക്കളെ നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്, 22, 23 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട് മക്കളെ. അപ്പം പഠിച്ചേക്കണേടാ. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് കൂടെ ഒന്ന് പറഞ്ഞേ. പഠിച്ചേക്കണേ. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാ. വേഗം തന്നെ ചാപ്റ്ററിൽ എല്ലാവർക്കും അറിഞ്ഞ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഇത് പഠിക്കാത്ത പോയ ഭയങ്കര മോശം കുട്ടികളാണ്. ഇതുപോലെ നോക്കാത്ത ആൾക്കാർ. എൻ്റെ മക്കൾ ഇത് പഠിച്ചു വെക്കണം. പോകുമ്പോൾ കുറച്ചെങ്കിലും കോൺഫിഡൻസ് കിട്ടണം. അതുകൊണ്ടാട്ടോ ഇത് പഠിപ്പിച്ചത്. പഠിച്ചേക്കണേടാ.